നടൻ സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് നടി പരാതി നൽകി. ഇമെയിൽ മുഖേന DGPക്കാണ് പരാതി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി കൈമാറും. അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, കൂടുതൽ വിവരങ്ങൾ. എപ്പോഴാണ് ഈ നടി പരാതി നൽകിയത്? നേരത്തെ ഈ പരാതി നൽകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അത് ഈ നടി തന്നെ വെളിപ്പെടുത്തിയിരുന്നതുമാണ്. എന്നാൽ മറ്റു ചില റൂമറുകൾ കൂടി ഈ ഘട്ടത്തിലുണ്ടായിരുന്നു. എല്ലാ അഭ്യൂഹങ്ങളും തള്ളി നടി പരാതി കൈമാറിക്കഴിഞ്ഞു. എപ്പോഴാണ് കൈമാറിയത്? ഹലോ അരുൺ, ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് യുവനടി സിദ്ദിഖിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇമെയിൽ മുഖേനയാണ് DGPക്ക് പരാതി നൽകിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പരാതി നൽകും എന്ന തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നടി പരാതി നൽകുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ AMA ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെച്ചിരുന്നു. രാജിക്ക് പിന്നാലെ ഇത്തരത്തിലൊരു ആരോപണം തനിക്കെതിരെ ഉണ്ടായതിന് പിന്നിൽ പ്രത്യേക ഗൂഢാലോചനകളുണ്ട്, അജണ്ടകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടിക്കെതിരെ സിദ്ദിഖ് ഒരു പരാതി നൽകിയിരുന്നു. ഈ ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു അത്തരത്തിലൊരു പരാതി സിദ്ദിഖ് നൽകിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ യുവനടി ഇപ്പോൾ സിദ്ദിഖിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ലൈംഗിക അതിക്രമം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു നടനെതിരെ ഏറ്റവും വലിയ കുറ്റം ചുമത്തിക്കൊണ്ട് തന്നെയാണ് ഈ പരാതി. കാരണം മറ്റു പല നടന്മാർക്കെതിരെയും വന്നിട്ടുള്ളത് ആരോപണങ്ങളാണെങ്കിൽ സിദ്ദിഖിനെതിരെ വന്നിരിക്കുന്നത് ലൈംഗിക അതിക്രമമാണ്, പീഡനം, ബലാത്സംഗ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഈ യുവനടി സിദ്ദിഖിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പരാതി എന്തായാലും DGPക്ക് മെയിൽ മുഖേനയാണ് നൽകിയെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒട്ടനവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇടപെടുന്നില്ല അടക്കമുള്ള വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം ഉയർന്നിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതിനോട് അടിസ്ഥാനപ്പെടുത്തി തന്നെ യുവനടി നൽകിയിട്ടുള്ള ഈ ഇമെയിൽ മുഖേന നൽകിയിട്ടുള്ള പരാതി എന്തായാലും DGP ഉടൻ തന്നെ ഈ അന്വേഷണ സംഘത്തിന് കൈമാറും എന്നടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ തിരുവനന്തപുരത്തായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്യുക. നമുക്കറിയാം, നേരത്തെ തന്നെ യുവനടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ യുവനടി സിദ്ദിഖിനെതിരെ ആരോപണമായി വീണ്ടും വന്നിരുന്നു. 2018 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് ഇത്തരത്തിലൊരു മോശം പെരുമാറ്റം സിദ്ദിഖിൽ നിന്നുണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സിനിമയുമായി ഒരു ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താനാണ് ഈ യുവനടിയെ സിദ്ദിഖ് ഹോട്ടലിൽ വിളിച്ചു വരുത്തുകയും ബലാത്സംഗത്തിന് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യുവനടിയുടെ ആരോപണം. ഈ കേസാണ് ഇപ്പോൾ ഈ DGPക്ക് മെയിൽ നൽകിയിരിക്കുന്നത്. മെയിൽ മുഖേന യുവനടി പരാതി നൽകിയിരിക്കുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ പരാതി DGP കൈമാറും. അതിനോടനുബന്ധിച്ച് തന്നെ തിരുവനന്തപുരത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്നുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തായാലും ഈ രണ്ടുപേരെയും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെ ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസിൽ മൊഴി രേഖപ്പെടുത്തുമെന്നടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങൾ ഈ കേസിൽ എന്തായാലും വലിയ നിർണായകമുള്ള മാറ്റങ്ങൾ സംഭവിക്കും. കാരണം നേരത്തെ തന്നെ സിദ്ദിഖും ഒരു പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരാതി ഒരു കൗണ്ടർ കേസായിട്ട് ഇത് മാറുമോ എന്നുള്ള അടക്കമുള്ള വിവരങ്ങളുണ്ട്. കാരണം നടി നൽകിയിരിക്കുന്ന പരാതി ഒരു ലൈംഗിക പീഡന പരാതിയാണ്. അതിനെന്തായാലും മുൻതൂക്കം ലഭിക്കുമെന്ന് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ. അരുൺ, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.